ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിരുന്നത് നമ്മുടെ ഡൊമെയിൻ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സായിരുന്നു. നമ്മൾ സർവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സർവറിൽ എങ്ങനെയാണ് ഒരു ഡൊമെയിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ ഡൊമെയിനാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ആക്റ്റീവ് ഡയറക്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ, അതേപോലെ തന്നെ യൂസർ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു ബാക്കിയുള്ള സിസ്റ്റങ്ങൾ, നമ്മുടെ സർവർ ഇരിക്കുന്ന സ്വിച്ചിലുള്ള മറ്റ് സിസ്റ്റങ്ങളെ, ക്ലയൻറ്റ് സിസ്റ്റങ്ങളെ എങ്ങനെയാണ് ഈ സർവറിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ എൻ്റെ സർവറിൽ ഞാനിവിടെ ഹൈപ്പർ വി എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഹൈപ്പർ വി, കാരണം ഞാൻ ഹൈപ്പർ വിയുടെ അകത്താണല്ലോ വെർച്വൽ മെഷീൻസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹൈപ്പർ വി എന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റെ വെർച്വൽ മെഷീൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വിൻഡോസ് 10 കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വെർച്വൽ മെഷീൻ എൻ്റെ സർവർ ഓപ്പൺ ചെയ്യുകയാണ്. സർവറിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൊമെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെർച്വൽ മെഷീൻ ആയതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി വെർച്വൽ മെഷീൻ അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും വരിക administrator@jumbuhost.local എന്നായിരിക്കും യൂസർ നെയിം. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുമ്പോൾ administrator@jumbuhost.local. പാസ്വേഡ് എത്രയായിരുന്നു കൊടുത്തിരുന്നത്? admin123. അങ്ങനെ ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ച് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് സെർവറിൻ്റെ ഡിഫാൾട്ട് യൂസർ നെയിം. ആ ഒരു യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ സെർവറിലോട്ട് ഞാൻ ലോഗിൻ ചെയ്തു. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തു വെച്ചിരുന്നത്. നമുക്ക് വിൻഡോ കീ മാറും കൂടെ പ്രസ് ചെയ്തിട്ട് അവിടെ NS ലുക്കപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ്റെ പേര് സർവർ 1 എന്നുള്ളത് സർവർ കമ്പ്യൂട്ടറിൻ്റെ പേരും jumbuhost.local എന്നുള്ളത് ഡൊമൈനിൻ്റെ പേരും ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു സർവറിൻ്റെ അണ്ടറിലോട്ട് ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ സർവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സർവർ ഞാൻ മിനിമൈസ് ചെയ്തിട്ടു. ഇതാണ് എൻ്റെ സർവർ ഞാനിതവിടെ മിനിമൈസ് ചെയ്തിടുകയാണ്. ഞാൻ എൻ്റെ 10 ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വരും. സ്പേസ് ഇല്ല എന്ന് പറഞ്ഞത് എൻ്റെ സി ഡ്രൈവ് എനിക്ക് തോന്നുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സി ഡ്രൈവിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ സി ഡ്രൈവിൽ കുറച്ച് സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ സി ഡ്രൈവിൽ കുറച്ച് സ്പേസ്, ഞാൻ അനാവശ്യമായിട്ടുള്ള ഫയലുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 29 GB സ്പേസ് ഉണ്ടല്ലോ. അത് സ്പേസ് കുറവായതുകൊണ്ടാണ് റൺ ആവായിരുന്നത്. ഞാൻ എൻ്റെ വിൻഡോസ് 10 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വിൻഡോസ് 10 ഇവിടെ ലോഡായി വന്നു. ഞാൻ പാസ്വേഡ് കൊടുത്തിരുന്നത് എത്രയായിരുന്നു? 123 എന്നുള്ളതായിരുന്നു. എൻ്റെ സാധാരണ വിൻഡോസ് 10 ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത പാസ്വേഡ് 123 എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഞാൻ എൻ്റെ വിൻഡോസ് സിസ്റ്റം ഇപ്പോൾ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. അതൊന്ന് ലോഡായി വരട്ടെ. ഇതെൻ്റെ സർവറാണ്. ഇപ്പുറത്ത് റൺ ആവുന്നത് എൻ്റെ 10. ഇവിടെ ഞാൻ 10 ഓൺ ആക്കിയിട്ടുണ്ട്. 10 പവർ ഓണായി വന്നിട്ടില്ല. ഒന്നും കൂടെ ഷട്ട് ഡൗൺ ചെയ്യാം. 10 ഞാൻ അന്ന് നമ്മൾ ഫസ്റ്റ് ആ ക്ലാസ്സിൽ 10 ഇൻസ്റ്റാൾ ചെയ്യുന്നത് വന്നില്ലേ, അന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടതാണ്. അതിനുശേഷം പിന്നെ ഞാൻ 10 ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ 10 ഒന്നും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇപ്പോൾ 10 ഒരു വിൻഡോയിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നമുക്ക് വിൻഡോസും ഒരു സൈഡിൽ നമുക്ക് 10ഉം ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഇരിക്കുന്നത് വിൻഡോസും ഇത് 10ഉം ആണ്. അപ്പോൾ 10ൽ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യാം. 10ന് പാസ്വേഡ് കൊടുത്തിരുന്നത് 123 എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇതാണ് 10. ഇതാണ് ഇപ്പോൾ നമ്മുടെ 10 വിൻഡോസ് വെർച്വൽ മെഷീനായിട്ട് നമ്മൾ റൺ ചെയ്തിട്ടുള്ള 10 ആണിത്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെർവറും കാണാൻ പറ്റും, അതേപോലെ തന്നെ വിൻഡോസും 10ഉം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ സെർവറും ഇവിടെ 10ഉം ഓപ്പൺ ആയിടും. ഓക്കെ, അപ്പോൾ ഇവിടെ സെർവറും, അപ്പോൾ ഇവിടെ എൻ്റെ സ്ക്രീനിൻ്റെ വലതുവശത്തിരിക്കുന്നത് ഈ ഒരു കാണുന്നത് നമുക്ക് സെർവറും ഈ കാണുന്ന 10ഉം ആണ്. അപ്പോൾ ഈ സെർവർ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ 10ഉം ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതേ സ്വിച്ചുമായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിൻഡോസ് 10 എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ഇതിന് നമ്മളൊരു IP സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ IP സെറ്റ് ചെയ്യാൻ ആദ്യം നെറ്റ്വർക്കിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു, അതിനുശേഷം ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ് എടുത്തു, എതർനെറ്റിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കി പ്രോപ്പർട്ടീസ് എടുത്തു. അതിൽ IPv6 6 ടിക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം, 4 സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ നമ്മുടെ സെർവറിൻ്റെ IP എത്രയാണ്? 192.168.101 ആണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ 10ന് 102 എന്ന് കൊടുത്തു. താഴെ പ്രിഫേർഡ് DNS എന്നുള്ളതിൻ്റെ അവിടെ 192.168.101. ഈ പ്രിഫേർഡ് DNS ഏതാ? നമ്മുടെ മെയിൻ സെർവറിൻ്റെ IP വേണം നിങ്ങളവിടെ കൊടുക്കാനായിട്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തു, ക്ലോസ് കൊടുത്തു. ഇനി നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വിൻഡോ കീയും 6 കൂടെ പ്രസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സ് എടുത്തിട്ട് IP എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 102 എടുത്തിട്ടുണ്ട്. സെർവറുമായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സെർവറുമായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെർവറിൻ്റെ അണ്ടറിലോട്ട് ഈ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരിക, ഒരു ഡൊമൈനിൻ്റെ അണ്ടറിലോട്ട് ഈ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ വിൻഡോസുകളെയും നമ്മുടെ സെർവർ ഇരിക്കുന്ന സ്വിച്ചുമായിട്ട്, ആ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വേണം എല്ലാ സിസ്റ്റങ്ങളും എന്ത് ചെയ്യാനായിട്ട്, കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ദിസ് സ്പീസർ റൈറ്റ് ബട്ടൺ ഞെക്കുന്നു, പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ഇവിടെ അത് നമ്മുടെ ക്ലൈൻറ്റിൻ്റെ പേര്, ഇതിലിപ്പോൾ ക്ലൈൻറ്റിൻ്റെ പേര് ഡെസ്ക് ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരെടുക്കുന്നത്. ഞാൻ പേരൊന്ന് മാറ്റിയേക്കാം. ഞാൻ എൻ്റെ ക്ലൈൻറ്റിന് ഇടുന്ന പേര് എന്ന് വെച്ചാൽ, ക്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സെർവറിൻ്റെ അണ്ടറിലിരിക്കുന്ന സിസ്റ്റം, ഞാൻ അതിന് PC1 എന്നിടുന്നത്. ഇപ്പോൾ PC1 എന്ന് ഞാൻ പേരൊന്ന് മാറ്റുന്നുണ്ട്. കാരണം അത് സെർവറിൽ കാണിക്കും, നിങ്ങളുടെ സെർവറിൻ്റെ അണ്ടറിൽ എത്ര ക്ലൈൻറ്റ് സിസ്റ്റങ്ങളുണ്ടോ ആ ക്ലൈൻറ്റ് സിസ്റ്റങ്ങളൊക്കെ ഈ സെർവറിൽ പേര് കാണിക്കും. അപ്പോൾ പേര് തിരിച്ചറിയാനാണ്. അപ്പോൾ ഞാനിപ്പോൾ പേര് മാറ്റിയത് കൊണ്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടേന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. പാസ്വേഡ് അടിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇടതുവശത്ത് നമുക്കിവിടെ സെർവർ 10 കാണാൻ പറ്റും, വലതുവശത്ത് എൻ്റെ സെർവർ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. സെർവറിന് ഞാൻ വിൻഡോസിന് എൻ്റെ ഒരു IP അഡ്രസ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഡൊമൈൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരാൻ ദിസ് സ്പീസർ റൈറ്റ് ബട്ടൺ ഞെക്കി പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ ഇത് വർക്ക് ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ, ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വർക്ക് ഗ്രൂപ്പിലാണ്. ചേഞ്ച് സെറ്റിങ്സ് എടുക്കുന്നു, ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഡൊമൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ഗ്രൂപ്പിലായിരിക്കുന്നത് ഡൊമൈൻ. ഇവിടെ ഡൊമൈൻ്റെ പേര് കൊടുക്കുക. എന്താ ഡൊമൈൻ്റെ പേര്? jembhost.local. എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ കൊടുത്താലും മതി. അപ്പോൾ സെർവറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിക്കണം. ഇപ്പോൾ നിങ്ങൾ സെർവറിൻ്റെ അണ്ടറിലോട്ട് ഒരു സിസ്റ്റത്തെ കൊണ്ടുവരുമ്പോൾ സെർവറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിക്കണം. സെർവറിൻ്റെ യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ, പാസ്വേഡ് എന്താ കൊടുത്തിരുന്നത്? admin 123 എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അത് കൊടുത്തു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വെൽക്കം ടു ദ jembhost.local ഡൊമൈൻ. ഇപ്പോൾ ഡൊമൈനിൻ്റെ അണ്ടറിൽ ആ സിസ്റ്റമായി. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്താലുള്ളൂ ബാക്കി കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, റീസ്റ്റാർട്ട് നൗ എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് 10 റീകണക്റ്റ് കൊടുക്കുക. വിൻഡോസ് 10 എന്തായി? ആ ഒരു ഡൊമൈൻ്റെ അണ്ടറിലായി. ഇപ്പോൾ നമുക്ക് ഒരു സെർവറുമായി ഒരു ക്ലൈൻറ്റുമായി, ഇങ്ങനെ നിങ്ങൾക്കൊരു 2, 3, 4 ക്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഡൊമൈൻ്റെ അണ്ടറിലോട്ട് നിങ്ങൾ ഈ ക്ലൈൻറ്റുകളെല്ലാം, എല്ലാ ക്ലൈൻറ്റുകളെയും ഇങ്ങനെ വേണം
ഡൊമൈൻ്റെ അണ്ടറിലോട്ട് ലോഗിൻ ചെയ്യുക. അങ്ങനെ ഡൊമൈൻ്റെ അണ്ടറിലോട്ട് ലോഗിൻ ചെയ്ത് റീസ്റ്റാർട്ടായി വന്നിട്ടൊരു സിസ്റ്റമാണിത്. ഇവിടെ നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞതിൻ്റെ നോർമൽ യൂസറാണ്, നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഉള്ള യൂസറാണ്. അതിൻ്റെ തൊട്ട് താഴെ അതർ യൂസർ ഉണ്ടാവും. അതർ യൂസറിലാണ് നമ്മൾ സർവറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂസറിനെ വെച്ചിട്ട് നമ്മൾ ഈ അതർ യൂസറിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സർവറിൽ യൂസറിനൊന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നിലവിൽ ഒരു യൂസറിനെയും സർവറിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലൈൻ്റായി. ഞാൻ ഈ ക്ലൈൻറ്റിനെ മിനിമൈസ് ചെയ്തിരുന്നുണ്ട്. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള സർവർ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തു. ആ ഡൊമൈൻ്റെ അണ്ടറിലോട്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു വിൻഡോസ് 10 PC കൊണ്ടുവന്നു. വർക്ക് ഗ്രൂപ്പിൽ നിന്ന് ഡൊമൈൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇനിയാണ് നമ്മൾ ഓരോരോ സർവീസുകൾ ചെയ്ത് പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർവർ ഉണ്ട്. ആ സർവറുമായിട്ടാണ് നമ്മുടെ കമ്പനിയിലെ എല്ലാ സിസ്റ്റങ്ങളെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, ഓരോരോ ജോലിക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ജോലിക്കാരുടെയൊക്കെ പേരിൽ നമ്മൾ ഓരോ യൂസർ നെയിമും ഓരോ ജോലിക്കാർക്കും ഓരോ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ ജോലിക്കാർക്കും ഓരോ യൂസർ നെയിമും പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മുടെ കമ്പനിയിലുള്ള സിസ്റ്റങ്ങളിൽ ലോഗിൻ ചെയ്യുക. കാരണം നമ്മൾ സർവറിലാണ് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കുന്നത്. സർവറുമായിട്ട് കമ്പനിയിലെ മറ്റ് സിസ്റ്റങ്ങളെല്ലാം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് അവർക്ക് ഏത് സിസ്റ്റങ്ങളിൽ വേണമെങ്കിലും ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ സിസ്റ്റങ്ങളൊക്കെ ആ ഒരു സർവറിൻ്റെ അണ്ടറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ഓർഗനൈസേഷൻ യൂണിറ്റ് എന്താണെന്നുള്ളതും ഗ്രൂപ്പ് എന്താണെന്നുള്ളതും വിശദമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ യൂസറിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സർവർ മാനേജർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൊമൈനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് 2 കാര്യങ്ങളോട് വന്നു. ഈ ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസും ലോക്കൽ സർവറും ആൾ സർവറും ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ADDSഉം DNS ഒക്കെ നമ്മളിപ്പോൾ, അതേപോലെ ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസൊക്കെ ഇപ്പോൾ നമ്മൾ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റാൾ ആയതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ടൂൾസ് എടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് ടൂളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ആക്റ്റീവ് ഡയറക്ടറി അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ, ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആക്റ്റീവ് ഡയറക്ടറിനെ അഡ്മിൻ ചെയ്യുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പേര്, ഇത് അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഈ കാണുന്ന വിൻഡോ. ഞാനിതൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഇത് അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്, വെൽക്കം പേജ്. ഓക്കെ, ഈ ഓവർവ്യൂവിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലേൺ മോർ, അതിനെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഗ്ലോബൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ പാസ്വേഡ് റീസെറ്റ് ഉണ്ട്. ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ സർവറിൽ ഇരുന്നിട്ടാണല്ലോ നമ്മുടെ കമ്പനിയിൽ ഓരോ എംപ്ലോയീസിനും യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു എംപ്ലോയി യൂസർ നെയിമും പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അത് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഓവർവ്യൂവിൻ്റെ തൊട്ട് താഴെ ജമ്പ് ഹോസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. ജമ്പ് ഹോസ്റ്റിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു സെക്ഷനൊക്കെയാണ്. ഇവിടെ നിങ്ങൾ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിനെ കമ്പ്യൂട്ടേഴ്സ്, ഡൊമൈൻ കൺട്രോളർ, ഫോറിൻ സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ കുറേ കണ്ടെയ്നറുകൾ കാണാൻ പറ്റും. ഇതിലിവിടെ കമ്പ്യൂട്ടേഴ്സ് എന്ന് കണ്ടോ, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ PC1 എന്നുള്ള പേര് കണ്ടോ, നിങ്ങളുടെ ഡൊമൈൻ്റെ അണ്ടറിൽ എത്ര സിസ്റ്റങ്ങളുണ്ടോ ആ സിസ്റ്റങ്ങളുടെ എല്ലാത്തിൻ്റെയും പേര് ആ കമ്പ്യൂട്ടേഴ്സിലുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കി PC1 മാത്രമേ ഉള്ളൂ. ഈ PC1ൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓക്കെ, ഇതിലല്ല, ജസ്റ്റ് PC1 സെലക്ട് ചെയ്തിട്ട് ഈ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൽ റൺ ആവുന്ന OS ഏതാണ്, ആ OSൻ്റെ വെർഷൻ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു 10 സിസ്റ്റങ്ങൾ ഡൊമൈൻ്റെ അണ്ടറിലുണ്ടെങ്കിൽ ഈ 10 സിസ്റ്റങ്ങളെ നിങ്ങൾക്ക് അതിൻ്റെ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമാണ് യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ യൂസറും ഉണ്ട്, ഗ്രൂപ്പുകളും ഉണ്ട്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു യൂസർ ഇതിൽ ഓൾറെഡി ഉണ്ട്. അത് അതിൻ്റെ മെയിൻ യൂസറാണ്. ബാക്കിയുള്ള താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രൂപ്പുകളാണ്. ഇതൊക്കെ ഓരോരോ ഗ്രൂപ്പുകളാണ്. അത് നമ്മൾ ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ പഠിക്കും. പിന്നെ ഒരു യൂസർ ഉള്ളത് ഗസ്റ്റ് ആണ്. ഇവിടെ കണ്ടോ, ആ യൂസറിൻ്റെ അവിടെ താഴെ ഒരു ബ്ലാക്ക് മാർക്ക്. അതുപോലെ KRB TGT എന്ന് പറയുന്ന ഒരു യൂസർ കൂടി ഇവിടെ ഉണ്ട്.
അത് രണ്ടും ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്, അത് ഡൗൺ ആണ് എന്ന് വെച്ചാൽ ആ യൂസറിനെ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാനിവിടെ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കുറേ യൂസേഴ്സിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഡൊമൈൻ്റെ അണ്ടറിൽ ഇപ്പോൾ നമ്മളൊരു സിസ്റ്റത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വിൻഡോസ് 10 നമ്മളവിടെ ഡൊമൈൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കമ്പനിയിലെ ഒരു ജസ്റ്റ് ഒരു യൂസറിനെ ആ യൂസറിന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഇവിടെ ന്യൂ യൂസറിൻ്റെ താഴെ ന്യൂ എന്നുണ്ടാകും, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ യൂസർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മൗസ് റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് ഈ യൂസറിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഓക്കെ, അത് ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു സെക്ഷനിലാണ്. അത് ആക്റ്റീവ് ഡയറക്റ്റ് യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു യൂസറിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ യൂസേഴ്സിൻ്റെ താഴെ ന്യൂ എടുക്കുക, യൂസർ എടുക്കുക. ബാക്കിയുള്ള ഓപ്ഷനിലോട്ട് ഞാനിപ്പോൾ ജസ്റ്റ് പോകുന്നില്ല, ജസ്റ്റ് ഞാൻ യൂസറിന് ഉണ്ടാക്കേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ യൂസറിൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുക. ഇപ്പം ഞാനിവിടെ യൂസറിൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുന്നത് അഭിജിത്ത് എന്നാണ്. അപ്പോൾ അഭിജിത്ത്, മിഡിൽ ഇനീഷ്യൽ അഭിജിത്ത് കെ, ലാസ്റ്റ് നെയിം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫുൾ നെയിം വന്നു അഭിജിത്ത് കെ എന്നുള്ളതാണ്. ഇവിടെ യൂസർ UPN ലോഗോ എന്ന് കണ്ടോ. ഇവിടെ ഇപ്പോൾ അഭിജിത്ത് എന്ന് പറയുന്ന യൂസർ അവനൊരു ക്ലയൻറ്റ് സിസ്റ്റത്തിൽ പോയിരിക്കുമ്പോൾ അവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നതിൻ്റെ അവിടെ യൂസർ നെയിമിൻ്റെ അവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അവൻ്റെ പേര് അഭിജിത്ത് എന്നാണ്, ഞാൻ അവൻ്റെ ലോഗിൻ നെയിം അബി എന്ന് കൊടുത്തു. അപ്പോൾ അവൻ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന സമയത്ത് ലോഗിൻ നെയിം